ഹായ് ഫ്രണ്ട്സ്, ഡ്രീം റൈഡ് 360 എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ ചാനൽ പുതിയതായി സബ്സ്ക്രൈബ് ചെയ്ത നിരവധി യാത്രികരായ സുഹൃത്തുക്കൾക്ക് 1000 നന്ദി അറിയിക്കുന്നു. ഇത്രയധികം ആളുകൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു, യാത്രയെക്കുറിച്ച് അറിയുവാൻ നിരവധി സംശയങ്ങൾ ഉന്നയിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷം. ഏറ്റവും അധികം ആളുകൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൻ്റെ മറുപടിയുമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ലഡാക്ക് യാത്ര അല്ലെങ്കിൽ ഒരു ദീർഘദൂര യാത്ര, ഒരു വലിയ യാത്ര പ്ലാൻ ചെയ്യുന്ന നിരവധി സുഹൃത്തുക്കളാണ് സംശയവുമായി ഉന്നയിച്ചത്. പ്രധാന സംശയം ഇതാണ്: ഒരു ദീർഘദൂര യാത്ര നടത്തുമ്പോൾ നാം നമ്മുടെ വാഹനത്തിൽ എന്തെല്ലാം സജ്ജീകരണങ്ങളാണ് നടത്തേണ്ടത്, എന്തെല്ലാം വസ്തുക്കൾ നാം ഒരു ദീർഘദൂര യാത്രയ്ക്ക് കൊണ്ടുപോകേണ്ടതായി വരും. ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ വാഹനം ആ യാത്രയ്ക്ക് തയ്യാറാണോ എന്ന് പരിശോധിക്കുക. ഒരു ദീർഘദൂര യാത്ര നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ലഡാക്ക് പോലുള്ള ടെറൈനിലാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ, നിങ്ങൾ വാഹനം യാത്രയ്ക്ക് മുൻപ് ഒരു 80% കണ്ടീഷനുള്ള ടയർ ഉപയോഗിച്ച് മാത്രം യാത്ര ചെയ്യുക. അല്ലാത്ത പക്ഷം വാഹനത്തിലെ ഒരു പഞ്ചർ നമ്മൾ ഏകദേശം കൃത്യമായുള്ളൊരു കണക്കോട് കൂടി ആയിരിക്കും യാത്ര ചെയ്യുക. ഒരു 30 ദിവസത്തെ യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇതിനിടയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് വെച്ച്, ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് ഒരു പഞ്ചർ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ യാത്രയെ മൊത്തം തകിടം മറിക്കാം, നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റാം. അതേപോലെ തന്നെ ഹൈവേയിൽ ഒരു നിശ്ചിത സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, നല്ല ഹൈവേകളിലാണെങ്കിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വരുന്നൊരു പഞ്ചർ ഒരു പക്ഷേ നമ്മുടെ വാഹനത്തിൻ്റെ കൺട്രോൾ കളഞ്ഞ് അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോങ് റൈഡിൽ കൃത്യമായി ചെക്ക് ചെയ്യുക. ഒരു 80% നല്ല ടയർ ഉപയോഗിച്ച് യാത്ര ചെയ്യുക. അതാണ് ഏറ്റവും സുരക്ഷിതം. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ക്ലച്ചിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ക്ലച്ചിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തുക. അതല്ല ക്ലച്ച് മാറേണ്ട വാഹനമാണ്, ക്ലച്ച് തീരെ മോശമാണെങ്കിൽ ക്ലച്ച് മാറ്റിയതിന് ശേഷം മാത്രം യാത്രയ്ക്ക് ഒരുങ്ങുക. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഓഫ് റോഡുകളിൽ നമുക്ക് ക്ലച്ച് താങ്ങിയൊക്കെ നമുക്ക് വാഹനം ഉപയോഗിക്കേണ്ടതായി വരും. അപ്പോൾ ഒരുപാട് ക്ലച്ചിന് തേയ്മാനം സംഭവിക്കുന്ന യാത്രകളാണ് ലഡാക്ക് ടെറൈൻ. അപ്പോൾ ക്ലച്ചിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് തീർത്തതിന് ശേഷം മാത്രം യാത്രയ്ക്ക് ഒരുങ്ങുക. ക്ലച്ച് മോശമല്ലാത്ത വാഹനമാണെങ്കിൽ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യാത്രയ്ക്കായിട്ട് തയ്യാറെടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ വാഹനത്തിൽ ചില സാധനങ്ങൾ നമ്മൾ റിമൂവ് ചെയ്ത് പുതിയത് ഉപയോഗിച്ച് വേണം യാത്ര ആരംഭിക്കുവാനായിട്ട്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു റൗണ്ട് ട്രിപ്പ് ആണെങ്കിൽ കേരളത്തിൽ നിന്ന് ആരംഭിച്ച് ലേ പോയി തിരിച്ച് കേരളത്തിൽ വരുവാൻ ഏകദേശം ഒരു 10,000 കിലോമീറ്റർ, ഒരു 12,000 കിലോമീറ്റർ, 10നും 12നും ഇടയ്ക്ക് കിലോമീറ്ററുകൾ നമുക്ക് ആവശ്യമായി വരും. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും പുതിയത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് എൻജിൻ ഓയിൽ. എൻജിൻ ഓയിൽ നമുക്ക് സാധാരണ റോയൽ എൻഫീൽഡ് വാഹനങ്ങളിലാണെങ്കിൽ ഏകദേശം 4,500നും 5,000നും ഇടയിലാണ് നമ്മൾ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യാറ്. അതേപോലെ മറ്റു വാഹനങ്ങൾക്ക് ടൈമിംഗ് പീരീഡ് വ്യത്യാസമുണ്ട് കിലോമീറ്ററുകളനുസരിച്ച്. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 10,000 കിലോമീറ്റർ യാത്രയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ആദ്യം യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഒരു 4,000-4,500 എത്തുന്ന സമയത്ത് അടുത്ത കിലോമീറ്ററുകളിൽ നമ്മൾ എവിടെയാണോ ഒരു വർക്ക്ഷോപ്പ് കണ്ടെത്തി എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കി വേണം യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ വലിയ യാത്രകളിൽ ഇവിടെ നിന്ന് എൻജിൻ ഓയിൽ ഫുള്ള് റിമൂവ് ചെയ്ത് പുതിയ ഓയിലുകളിലായിരിക്കും യാത്ര ആരംഭിക്കേണ്ടത്. അതേപോലെ തന്നെ വലിയ യാത്രകളിൽ നമുക്ക് ഓയിൽ ഫിൽറ്റർ, അതേപോലെ തന്നെ എയർ ഫിൽറ്റർ, അതേപോലെ ബ്രേക്ക് പാഡുകൾ, പിന്നെ ചെയിൻ സോക്കറ്റ് മോശമാണ് എങ്കിൽ പുതിയ സോക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യുക. കാരണം ചെയിൻ സോക്കറ്റ് ഇത്രയും കിലോമീറ്ററുകൾ താണ്ടുന്ന സമയത്ത് ഒരുപക്ഷെ ചെയിൻ സോക്കറ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പുതിയ സോക്കറ്റ് ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ലഡാക്ക് ടെറൈനുകളിൽ നമുക്ക് അത്യാവശ്യം തേയ്മാനം വരാൻ സാധ്യതയുള്ളൊരു ടെറൈനാണ്. അപ്പോൾ ഏകദേശം അവിടെയൊക്കെ കവർ ചെയ്യുന്ന സമയത്ത് ഇത്തിരി തേയ്മാനം വന്നാലും തിരിച്ച് നമുക്ക് റിട്ടേൺ ഇവിടം വരെ എത്താൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ഇത്തിരി മോശമായ ഒരു സോക്കറ്റ് ഉപയോഗിച്ചാണ് ഇവിടെ നിന്ന് പോകുന്നതെങ്കിൽ ലഡാക്ക് പോലുള്ള ടെറൈനുകളിൽ നമുക്ക് ഒരുപാട് തേയ്മാനം സംഭവിച്ച് അവിടെ വെച്ച് അത് റീപ്ലേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് വളരെയധികം ബാധിക്കും. അതുകൊണ്ട് കൃത്യമായി ചെയിൻ ലൂബ് ചെയ്യുക. പുതിയ സോക്കറ്റ് ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. അതേപോലെ കൃത്യമായ ഓരോ 500 കിലോമീറ്റർ ഇടവിൽ ദിവസവും ലൂബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പരമാവധി ചെയിൻ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് കൃത്യമായി നിരീക്ഷിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ലൂബ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ തേയ്മാനം നമുക്ക് കുറയ്ക്കാവുന്നതാണ്. വാഹനം ഇവിടുന്ന് യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മുടെ എൻജിൻ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ടതാണ്.
അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാത്ത പക്ഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു പക്ഷേ നമ്മൾ ഉപയോഗിച്ചൊരു എയർ ഫിൽറ്റർ ആയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ലഡാക്ക് ടെറൈൻ കയറുന്നതിന് മുമ്പ് എയർ ഫിൽറ്റർ മാറിയിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ലഡാക്ക് ടെറൈനിൽ നിരവധി പൊടി നമ്മുടെ എയർ ഫിൽറ്റർ വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. എയർ ഫിൽറ്ററിൽ ഒരുപാട് പൊടി കുടുങ്ങിയ എയർ ഫിൽറ്റർ ആയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ പവർ പൊതുവെ കുറയും. അത് നമ്മുടെ യാത്രയിൽ ഒരുപാട് ഇന്ധനം ആവശ്യമായി വരും. നമ്മുടെ വാഹനത്തിൻ്റെ പവർ കുറവായതുകൊണ്ട് നമുക്ക് യാത്ര ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ എയർ ഫിൽറ്റർ പുതിയത് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വാഹനത്തിന് നല്ല ബ്രേക്കിംഗ് ഉറപ്പുവരുത്തുക. പുതിയ ബ്രേക്ക് പാഡുകൾ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് വേണം യാത്ര ചെയ്യാൻ. കേബിളുകൾ, അതേപോലെ തന്നെ വാഹനത്തിന് ഉപയോഗിക്കുന്ന ബ്രേക്ക് കേബിള്, ക്ലച്ച് കേബിള്, അങ്ങനെയുള്ള വസ്തുക്കൾ പുതിയത് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. കാരണം യാത്രക്കിടയിൽ, ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു യാത്രക്കിടയിൽ ഇവ പഴയത് ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിന് ചെറിയ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് പുതിയത് ഉപയോഗിച്ചാണ് പോകുന്നതെങ്കിൽ തിരിച്ചു വരുന്നത് വരെ ഒരു പരിധി വരെ അതിന് വലിയ കേടുപാടുകൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് പുതിയ ക്ലച്ച് കേബിൾ, ആക്സിലറേറ്റർ കേബിൾ, അതേപോലെ ബ്രേക്ക് കേബിൾ എന്നിവ മാറ്റി പുതിയത് ഘടിപ്പിച്ചതിന് ശേഷം മാത്രം യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ വാഹനത്തിന് ആവശ്യമായ ഫ്യൂസ് ഏതൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിന് ആവശ്യമായ ഫ്യൂസ്, അത്യാവശ്യം വേണ്ട ടൂൾ കിറ്റുകൾ, അതേപോലെ ചെറിയ പഞ്ചർ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന വാഹനത്തിൽ നിന്ന് ടയർ റിമൂവ് ചെയ്യുവാൻ ആവശ്യമായ സ്പാനറുകൾ, അവയെല്ലാം വാഹനത്തിൽ യാത്രയ്ക്ക് കരുതിയിരിക്കണം. പിന്നെ യാത്രയ്ക്കിടയിൽ പഞ്ചർ പരമാവധി ഒഴിവാക്കുവാനായിട്ട് വാഹനത്തിൽ ദിവസവും വാഹനത്തിൻ്റെ എയർ ചെക്ക് ചെയ്യുക. എയർ പ്രഷർ കൃത്യമായി പരിപാലിക്കുക. അതൊരു പരിധിവരെ വാഹനത്തിൽ റോഡിൽ നിന്നോ മറ്റൊന്നിൽ നിന്നോ തറച്ചു കയറുന്ന ആണി പോലുള്ള വസ്തുക്കളുടെ ഇത് കുറയ്ക്കുന്നതാണ്. അപ്പോൾ വാഹനത്തിൽ ഒരു ചെറിയ എയർ പമ്പ് കാലുകൊണ്ട് പ്രസ് ചെയ്ത് ഉപയോഗിക്കുന്നതോ അതല്ലാതെ കൈകൊണ്ട് പ്രസ് ചെയ്യുന്ന സൈക്കിൾ പമ്പ് പോലെയുള്ള പമ്പുകൾ നമുക്കിന്ന് ലഭ്യമാണ്. അവയിൽ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതി വേണം യാത്ര ചെയ്യാൻ. ചെറിയ പഞ്ചറുകളിൽ നമുക്ക് വാഹനം എയർ അടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഇപ്പോൾ ഇന്ന് യാത്ര ചെയ്യാൻ നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ചില ആപ്ലിക്കേഷൻസുകളുണ്ട്, ഗൂഗിൾ മാപ്പ് പോലെയുള്ള. ഇവ നമുക്ക് കൃത്യമായി കണ്ട് മനസ്സിലാക്കി യാത്ര ചെയ്യാനായിട്ട് ഒരു മൊബൈൽ ഹോൾഡർ വാഹനത്തിൻ്റെ ഹാൻഡിലിൽ ഘടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ നമുക്ക് നിരന്തരം നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ വാഹനത്തിൽ നമ്മുടെ മൊബൈലിൽ നമുക്ക് ചാർജിങ്ങിന് ഇത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരാം, ചാർജ് കുറയുന്നതായിട്ട് വരാം. ആ ഒരു പരിഹാരത്തിനായിട്ട് നമുക്ക് വാഹനത്തിൽ നമുക്കൊരു ചാർജിങ് സ്പോട്ട് കൂടി, മൊബൈൽ കാർ ചാർജർ കണക്ട് ചെയ്യാൻ രീതിയിൽ, ഇല്ലെങ്കിൽ നമുക്ക് USB സ്പോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചാർജിങ് സ്പോട്ട് കൂടി നമ്മുടെ വാഹനത്തിൽ ഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ യാത്രയെ ഉപകരിക്കും. അതുകൊണ്ട് അതും തീർച്ചയായും നിങ്ങളുടെ വാഹനത്തിൽ ഘടിപ്പിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എക്സ്ട്രാ ഫോഗ് ലാമ്പുകൾ, വാഹനത്തിൽ എക്സ്ട്രാ ഫോഗ് ലാമ്പുകൾ ഉള്ളത് ഒരു ഉപകാരപ്രദമാണെങ്കിലും നിയമപരമായി ചില ബുദ്ധിമുട്ടുകൾ എക്സ്ട്രാ ഫോഗ് ലാമ്പുകൾ യാത്രയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും വാഹനത്തിൽ ലാമ്പുകൾ ഉള്ളത് നല്ലതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ മെയിൻ ലാമ്പ് കത്താതെ വരികയാണെങ്കിൽ, തെളിയാതെ വരികയാണെങ്കിൽ എക്സ്ട്രാ ലാമ്പ് ഉപയോഗിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് യാത്രയ്ക്ക് ആവശ്യമായ ഏറ്റവും പ്രധാന ഘടകമാണ് നമ്മുടെ ലഡാക്ക് ക്യാരിയർ അല്ലെങ്കിൽ സാഡിൽ ബാഗ്. ഒന്നല്ലെങ്കിൽ ലഡാക്ക് ക്യാരിയർ നമുക്ക് ഉപയോഗിക്കാം യാത്രയ്ക്കായിട്ട്, അതല്ലെങ്കിൽ സാഡിൽ ബാഗ് ഉപയോഗിക്കാം. നമുക്ക് ആവശ്യമായ വസ്ത്രങ്ങളും നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മുടെ വാഹനത്തെ വഹിക്കുന്നത് ഇവയിലേതെങ്കിലും ഒന്നാണ്. അത് നമുക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ ലഡാക്ക് റൈഡ് എന്ന് മാത്രമല്ല, നമ്മുടെ യാത്രയിൽ എപ്പോഴും ഉപകാരപ്പെടുന്ന മറ്റൊരു വസ്തുവാണ് നമ്മുടെ വാഹനത്തിനെ എഞ്ചിനടിയിൽ പിടിപ്പിക്കുന്ന എഞ്ചിൻ ഗാർഡ്. ഓഫ് റോഡ് യാത്രകൾക്കിടയിൽ ഒരു പക്ഷേ നമ്മുടെ വാഹനം ഒരു കല്ലിൽ നിന്ന് മറ്റൊരു കല്ലിലേക്ക് തെന്നിത്തെറിച്ച് വീഴുന്ന സമയത്ത് മറ്റൊരു കല്ലിൽ എഞ്ചിൻ ക്രാഷ് ചെയ്യുകയും അതുമൂലം എഞ്ചിന് പൊട്ടൽ വീഴാനുള്ള സാധ്യതകളൊക്കെ നിരവധിയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനെ രക്ഷിക്കാനായിട്ട് ഇതുപോലെയുള്ള എഞ്ചിൻ പാഡുകൾ ഒരു പരിധിവരെ സഹായകരമാണ്. എഞ്ചിൻ പാഡുകൾ നമുക്ക് ഓൺലൈനായിട്ടും ലഭ്യമാണ്. അതല്ല എങ്കിൽ നമുക്ക് വർക്ക്ഷോപ്പുകളിൽ നമുക്കത് ചെയ്തെടുക്കുവാനും സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വർക്ക്ഷോപ്പുകളിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ എഞ്ചിൻ പാഡ് റിമൂവ് ചെയ്യാതെ തന്നെ എഞ്ചിൻ ഓയിൽ ക്യാപ്പ് തുറക്കാൻ സാധിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ വാഹനത്തിൽ ഏത് എഞ്ചിൻ ഓയിലാണോ നമ്മൾ നിറച്ചിരിക്കുന്നത് അതേ എഞ്ചിൻ ഓയിൽ തന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ, യാത്രയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അത്യാവശ്യം വാഹനത്തിൻ്റെ എഞ്ചിൻ പാക്കിങ്ങുകളിൽ നിന്നോ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് എഞ്ചിൻ ഓയിൽ ലീക്ക് വരികയാണെങ്കിൽ
അത്യാവശ്യം വർക്ക്ഷോപ്പുകൾ വരെ നമുക്ക് എഞ്ചിൻ ഓയിൽ റീഫില്ല് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വാഹനത്തിൽ എഞ്ചിൻ ഓയിൽ കരുതുന്നതും യാത്രയിൽ ഉപകാരപ്രദമാകുന്ന ഒരു ഇതാണ്. യാത്രയ്ക്ക് മുൻപ് വാഹനത്തിൽ പുതിയ സ്പാർക്കിംഗ് പ്ലഗുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. കയ്യിൽ എക്സ്ട്രാ പ്ലഗുകൾ കരുതുന്നതും യാത്രയിൽ ഉപകാരപ്രദമാകും. പ്രധാനമായിട്ടും ഒരു ഓൾ ഇന്ത്യ യാത്ര നടത്തുന്ന വാഹനങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് ഇവയൊക്കെയാണ്. ഇതല്ല ഇതിന് പുറമേ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും മറ്റൊരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ വിലപ്പെട്ട മറുപടികളും നിങ്ങളുടെ സംശയങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ബട്ടൺ അമർത്തുക. ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അയാളിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. മറ്റു ചില സുഹൃത്തുക്കൾ ചോദിച്ച പ്രധാന ചോദ്യമാണ്, ഒരു ഓൾ ഇന്ത്യ യാത്ര നടത്തുമ്പോൾ നാം വാഹനത്തിൽ കൊണ്ടുപോകേണ്ട ലഗേജുകൾ എന്തെല്ലാമാണെന്ന്. പലരും ഇന്ന് ആവശ്യമുള്ളതും അനാവശ്യവുമായ നിരവധി ലഗേജുകളുമായാണ് യാത്ര ചെയ്യുന്നത്. കൃത്യമായ ഒരു പ്ലാനിംഗ് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ നൽകുന്നതാണ്. അതുവരെ ബൈ.